ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഓഫ് ബേസ് അക്കാഡമി. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡയമെൻഷൻ സ്റ്റൈൽ മാനേജറാണ്. ഓൾറെഡി നമ്മൾ നോക്കിയതാണ്, പക്ഷേ കുറച്ചുകൂടി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഡയമെൻഷൻ സ്റ്റൈൽ മാനേജർ, അത് ഞാൻ റെക്റ്റാങ്കിൾ വരയ്ക്കാം. ഓക്കെ, റെക്റ്റാങ്കിളിൽ ഞാനൊരു വാല്യൂ കൊടുക്കുന്നതിന് മുന്നേ യൂണിറ്റ് ആദ്യം സെറ്റ് ചെയ്യാം. ഓക്കെ, UN എൻ്റർ, ഡെസിമൽ, പ്രിസിഷനിൽ 0, ഇവിടെ ഞാൻ മില്ലിമീറ്റർ കൊടുക്കുക. ഓക്കെ, മില്ലിമീറ്റർ. ഓക്കെ, ഇപ്പം ഞാൻ ലൈൻ വരയ്ക്കാം. L എൻ്റർ, ഇതൊരു F8 പ്രസ് ചെയ്തു. F8 പ്രസ് ചെയ്തിട്ട് 100 mm. ഓക്കെ, 100 mm ഒരു ലൈൻ വരച്ചു. ഓക്കെ, ഇതിൻ്റെ ഡയമെൻഷൻ നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. ഓക്കെ, ഇപ്പോൾ ഡയമെൻഷൻ നമ്മൾ ചെയ്യുമ്പോൾ എന്താണ് ഷോർട്ട് കീ DLI എൻ്റർ അടിച്ചു. ഇവിടെ ക്ലിക്ക് ചെയ്തു, എൻഡ് പോയിൻ്റ് ക്ലിക്ക് ചെയ്തു. ഓക്കെ, നമുക്കറിയാം ബേസിക്കായിട്ട് നമുക്ക് എങ്ങനെയാണ് ഡയമെൻഷൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്ക് ഇതിൻ്റെ സൈസ് മോഡിഫൈ ചെയ്യണം, അല്ലെങ്കിൽ ഇതിൻ്റെ ഡയമെൻഷൻ്റെ കളർ മോഡിഫൈ ചെയ്യണം. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? D എൻ്റർ. ഓക്കെ, D എൻ്ററിൽ പോയി സ്റ്റാൻഡേർഡിൽ പോകണം. അപ്പോൾ നമുക്ക് ഇവിടെ പ്രിവ്യൂ ഓഫ് സ്റ്റാൻഡേർഡ്സ്, അല്ലെങ്കിൽ നമ്മൾ എന്താണോ നമ്മൾ മോഡിഫൈ ചെയ്യുന്നത് അതിൻ്റെ പ്രിവ്യൂ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതിൽ നമുക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ജസ്റ്റ് ബാക്കിയൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് മോഡിഫൈയിൽ ക്ലിക്ക് ചെയ്യണം. ഓക്കെ, മോഡിഫൈയിൽ ക്ലിക്ക് ചെയ്ത് ഇത് നമ്മൾ ഓൾറെഡി നോക്കിയതാണ്. ഓക്കെ, നമ്മൾ നോക്കിയത് എന്താണ്? പ്രൈമറി യൂണിറ്റ്സ്, ഡെസിമൽ എന്താണോ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് അത് തന്നെ നമ്മളിവിടെ സെറ്റ് ചെയ്യും. ഓക്കെ, ഡെസിമലിൽ സെറ്റ് ചെയ്തു, പ്രിസിഷൻ 0. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രസൻ്റ് ആയിട്ടുള്ള യൂണിറ്റ് എന്താണ്? mm ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ mm എന്നും കൂടെ ഇടുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് ഇവിടെ നമുക്ക് mmൽ നമുക്ക് വാല്യൂ ബൈ ഡിഫോൾട്ടായിട്ട് വരും. ഓക്കെ, ഇനി നമ്മൾ എന്താണ് ചെയ്യുന്നത്? ടെക്സ്റ്റ്. ഓക്കെ, ടെക്സ്റ്റിൻ്റെ നമ്മൾ നോക്കിയതാണ് എന്താണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ ടെക്സ്റ്റിൻ്റെ സൈസ് കൂട്ടണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഫോർ എക്സാമ്പിൾ ഞാനിവിടെ 1 അടിക്കും. ഓക്കെ, 1 അടിക്കുമ്പോൾ എന്താണാവുന്നത്? ഇവിടെ സൈസ് കൂടും. ഓക്കെ, അപ്പോൾ നമുക്ക് ടെക്സ്റ്റിൻ്റെ സൈസ് കൂട്ടണമെങ്കിൽ ജസ്റ്റ് ഇവിടെ മോഡിഫൈൽ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ടെക്സ്റ്റിൻ്റെ സൈസ് കൂട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തൊട്ട് നോക്കാം. ഇപ്പോൾ ആദ്യം ലൈൻസിൻ്റെ നോക്കാം. ലൈൻസിൽ നമ്മൾ നോക്കുമ്പോൾ ഡയമെൻഷൻ ലൈൻസാണ് ആദ്യമുള്ളത്. അപ്പോൾ ഡയമെൻഷൻ ലൈൻസിൻ്റെ കളർ മാറ്റണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കളറിൽ ക്ലിക്ക് ചെയ്യണം. കളറിൽ ക്ലിക്ക് ചെയ്ത് ഞാൻ റെഡ് കൊടുക്കുക. അപ്പോൾ ഡയമെൻഷൻ്റെ കളർ റെഡായി മാറി. ഓക്കെ, അതേപോലെ ലൈൻ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഏത് ടൈപ്പ് ഓഫ് ലൈനാണ് നിങ്ങൾക്ക് വേണ്ടത്? ഡയമെൻഷൻ ലൈൻ. അപ്പോൾ അതിൽ ബൈ ഡിഫോൾട്ടായിട്ട് ബൈ ബ്ലോക്കാണ് ഇരിക്കുന്നത്. അത് മാറ്റി ഞാൻ അതർ കൊടുക്കുകയാണ്. ഓക്കെ, അതർ കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ലോഡ് എന്ന ഓപ്ഷനുണ്ട്. അപ്പോൾ ലോഡിൽ ക്ലിക്ക് ചെയ്ത് ഞാനിപ്പോൾ ഡോട്ടഡ് ആയിട്ട് കൊടുക്കുക. കുറേ ഓപ്ഷൻസ് ഉണ്ട്, നമുക്ക് കാണാൻ പറ്റും. കുറേ ഓപ്ഷൻസ് ഉണ്ട്, നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പം ഡോട്ടഡ് കൊടുത്തു, ഓക്കെ കൊടുത്തു. ഓക്കെ, ഇവിടെയും ഓക്കെ കൊടുത്തു. ഓക്കെ, ഇവിടെ ഞാൻ ഡോട്ടഡിനെ സെലക്ട് ചെയ്തു. അപ്പോൾ നമ്മുടെ ഡോട്ടഡ് ആണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ലൈൻ വെയിറ്റ്. നമ്മുടെ ലൈനിൻ്റെ തിക്നെസ് എത്ര കൂട്ടണം എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മളിൻ്റെ തിക്നെസ് കൂട്ടണമെങ്കിൽ ഇവിടെ ഞാൻ ക്ലിക്ക് ചെയ്തു, ഇവിടെ തിക്നെസ് കൂട്ടി. പക്ഷേ ഇവിടെ ഡിസ്പ്ലേ ആവുന്നില്ല അല്ലേ? അപ്പോൾ ഞാൻ എന്തായാലും ഇത് കാണിച്ചു തരാം. ഇപ്പോൾ ഇത് ഡോട്ടഡും അതേപോലെ ലൈൻ വെയിറ്റും നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ എന്താ വരുന്നത് നമുക്ക് കാണിച്ചു തരാം. ഇപ്പം ഞാൻ ഇത് ചെയ്തു, ഓക്കെ പ്രസ് ചെയ്തു, എന്നിട്ട് ഞാൻ സെറ്റ് കറണ്ട് കൊടുത്തു, എന്നിട്ട് ക്ലോസ് ചെയ്തു. ഓക്കെ, ഇനി ഞാൻ പിന്നും DLI എൻ്റർ, ഇവിടെ ക്ലിക്ക് ചെയ്തു, അപ്പോൾ നിങ്ങൾക്ക് ഡോട്ടഡ് കാണുന്നുണ്ട്, കണ്ടോ? ഇതാണ് ഡോട്ടഡ് കാണുന്നുണ്ട്, പക്ഷേ ഡിസ്പ്ലേ ആവുന്നില്ല, തിക്നെസ് ഒന്നും കാണുന്നില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഞാൻ ഇവിടെ ലൈൻ വെയിറ്റ് എന്നൊരു ഓപ്ഷനുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ കസ്റ്റമൈസേഷനിൽ പോയി ഇവിടെ നമുക്ക് ലൈൻ വെയിറ്റ് എന്ന ഓപ്ഷനുണ്ട്. അപ്പോൾ ലൈൻ വെയിറ്റ് നമ്മൾ ഓൺ ചെയ്യണം. ഇൻ കേസ് ഓഫ് ആണെങ്കിൽ അത് ഓൺ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഓൺ ആവും. ഓക്കെ, ഇതും കൂടെ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ മാത്രമേ നമുക്ക് ഡിസ്പ്ലേ ആവത്തുള്ളൂ. ആക്ച്വലി ഡോട്ടഡ് ആയിട്ടുള്ള ലൈൻ നമ്മുടെ ഡയമെൻഷൻ നമുക്ക് ആവത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ തിക്നെസ് നമുക്ക് ഇനിയും കൂട്ടാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഞാൻ D എൻ്റർ ചെയ്തു, മോഡിഫൈയിൽ പോയി ഇതിൻ്റെ തിക്നെസ് ഞാൻ കുറച്ചുകൂടെ കൂട്ടുക. ഓക്കെ, കുറച്ച് വലുതായിട്ട് കൂട്ടാം. ഓക്കെ ചെയ്തു, സെറ്റ് കറണ്ട് കൊടുത്തു, ഓക്കെ കൊടുത്തു. കണ്ടോ? അപ്പോൾ നമുക്ക് ഡയമെൻഷൻ നമുക്ക് എങ്ങനെ വേണമെങ്കിലും മോഡിഫൈ ചെയ്യാം. അപ്പോൾ നമ്മുടെ ലൈൻ ടൈപ്പ് നമ്മൾ നോക്കി. ലൈൻ ടൈപ്പ് എന്ന് പറഞ്ഞാൽ എങ്ങനത്തെ ഡയമെൻഷൻ വേണം, അത് ഡോട്ടഡ് ആണ്. അതിൻ്റെ തിക്നെസ് എത്രയാണ്? ഇപ്പം ഇതിൻ്റെ തിക്നെസ്, ഇപ്പോൾ ലൈൻ ആയിരുന്നെങ്കിൽ അതിൻ്റെ തിക്നെസ് കുറച്ചുകൂടെ കൂടിയാണ്. ഇപ്പോൾ ഞാൻ ലൈനാക്കി മാറ്റി കാണിച്ചു തരാം. മോഡിഫൈ ചെയ്തു, ഇത് നോർമൽ ലൈൻ ഞാൻ മാറ്റുക. ഓക്കെ ചെയ്തു, സെറ്റ് കറണ്ട് ചെയ്യുകയാണ്. പ്ലസ് ഉണ്ടോ എന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പം ഇതിൻ്റെ തിക്നെസ് നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതിൻ്റെ തിക്നെസ് കാണാം. അപ്പോൾ തിക്നെസ് ആണ് ആക്ച്വലി ലൈൻ വെയിറ്റ് എന്ന് പറയുന്നത്, മനസ്സിലായി? അപ്പോൾ നമുക്ക് തിക്നെസ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ D എൻ്റർ, മോഡിഫൈ,
അപ്പം നമുക്ക് മനസ്സിലായി എന്താണ്, നമുക്ക് കളർ മാറ്റാൻ പറ്റും, ലൈൻ ടൈപ്പ് ഏത് വേണോ സെലക്ട് ചെയ്യാൻ പറ്റും, അതേപോലെ തിക്നെസ് നമുക്ക് ഏത് വേണം അത് നമുക്ക് കൂട്ടാനോ കുറയ്ക്കാനോ നമുക്ക് പറ്റും. ഓക്കെ, പിന്നുള്ളത് നമുക്ക് സപ്രസ് ചെയ്യണം, ഏതെങ്കിലും ഒരു ലൈൻ നമുക്ക് എന്താണ് ഡിസേബിൾ ചെയ്യണം, അപ്പോൾ നമുക്കത് ക്ലിക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് നോക്കാം എക്സ്റ്റൻഷൻ ലൈനിൻ്റെ പാരാമീറ്റർ. നമ്മളിപ്പോൾ നോക്കിയത് ലൈനിൻ്റെ ആണ്. ഇനി നമുക്ക് എക്സ്റ്റൻഷൻ ലൈൻ എന്തൊക്കെ മോഡിഫിക്കേഷൻ ഉണ്ട് അതും അതേപോലെ നമുക്ക് കളർ മാറ്റാൻ പറ്റും, കാണാൻ പറ്റും. എക്സ്റ്റൻഷൻ്റെ കളർ മാറ്റി, അതേപോലെ തന്നെ എക്സ്റ്റൻഷൻ 1 ഉണ്ട്, അതേപോലെ എക്സ്റ്റൻഷൻ 2 ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ നമുക്ക് ഏതെങ്കിലും ഡിഫറെൻറ്റ് ടൈപ്പ് വേറെ എന്തെങ്കിലും ലൈൻ ടൈപ്പ് വെക്കണമെങ്കിൽ അത് നമുക്ക് സെലക്ട് ചെയ്യാം. എക്സ്റ്റൻഷൻ 2ൻ്റെ വേറെ വെക്കണമെങ്കിൽ അത് നമുക്ക് സെലക്ട് ചെയ്യാം. അതേപോലെ ഇതിൻ്റെ വെയിറ്റ് കൂട്ടണം, ലൈൻ വെയിറ്റ് നമുക്ക് തിക്നെസ് കൂട്ടണം, അപ്പോൾ നോക്കിയ പോലെ തന്നെ അത് കൂട്ടണമെങ്കിൽ മാറ്റാൻ പറ്റും. പിന്നെ ഏതെങ്കിലും ഒന്ന് ഡിസേബിൾ ചെയ്യണം, കാണിക്കണ്ട എങ്കിൽ നമുക്കത് സെലക്ട് ചെയ്യാൻ പറ്റും. നമുക്ക് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ നമുക്ക് കാണുന്നത് എക്സ്റ്റെൻഡ് ബിയോണ്ട് ഡയമെൻഷൻ ലൈൻ. അപ്പോൾ ഡയമെൻഷൻ ലൈൻ കഴിഞ്ഞിട്ട് എത്ര എക്സ്റ്റെൻഡ് ആവണം. അപ്പോൾ ഞാനിവിടെ ക്ലിക്ക് ചെയ്ത് 1 ക്ലിക്ക് ചെയ്യുവാണ്. ഓക്കെ, അപ്പോൾ കാണാൻ പറ്റും ഈ ഡയമെൻഷൻ ലൈൻ കഴിഞ്ഞിട്ട് എത്ര എക്സ്റ്റെൻഡ് ആകും, അത് നമുക്ക് നമ്മുടെ കൺട്രോളിലാണ് അതെല്ലാം. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ബൈ ഡിഫോൾട്ടായിട്ടുള്ള പാരാമീറ്റർ കൊടുക്കുക. ഓക്കെ, ഇനി എന്താണ് ഓഫ്സെറ്റ് ഫ്രം ഒറിജിനിൽ നിന്ന് എത്ര ഓഫ്സെറ്റ്. ഓക്കെ, ഒറിജിനിൽ നിന്ന് ഫോർ എക്സാമ്പിൾ ഞാൻ 1 കൊടുക്കുക എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് എത്ര ഗ്യാപ്പ് വിടണം, അപ്പോൾ 1 യൂണിറ്റ് ഗ്യാപ്പ് വിട്ടു. ഓക്കെ, അതേപോലെ ഫിക്സ്ഡ് ലൈൻ എക്സ്റ്റൻഷൻ. ഓക്കെ, ഫിക്സ്ഡ് ലൈൻ എക്സ്റ്റൻഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മുടെ ഡയമെൻഷൻ മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ ഓക്കെ ചെയ്തു, സെറ്റ് കറണ്ട് ചെയ്തു, മനസ്സിലായി എന്ന് വെച്ചാൽ ഇവിടെ എക്സ്റ്റൻഷൻ ലൈൻ നിങ്ങൾക്ക് കാണുന്നില്ല അല്ലേ. ഫിക്സ്ഡ് ലൈൻ എന്ന് പറഞ്ഞാൽ ആ ലൈൻ മാത്രമേ കാണത്തുള്ളൂ. പ്ലസ് ആ ലൈനിൻ്റെ ഈ ലൈനിൻ്റെ ലെങ്ത്തും നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും ഇവിടെ. ഓക്കെ, മോഡിഫൈയിൽ പോകണം, ഇവിടെ നമുക്ക് ലൈനിൻ്റെ ലെങ്ത്ത് നമുക്ക് കൂട്ടാനോ കുറയ്ക്കാനോ പറ്റും. അപ്പം ഫിക്സ്ഡ് ലെങ്ത്ത് എക്സ്റ്റൻഷൻ നമ്മൾ ചെയ്താൽ അതാണ് ആവുന്നത്. നമ്മളിപ്പം എക്സ്റ്റൻഷൻ ലൈൻ നമ്മളിപ്പോൾ നേരത്തെ കാണുന്നുണ്ടായിരുന്നു, അപ്പോൾ ഫിക്സ്ഡ് ലൈൻ എക്സ്റ്റൻഷൻ ടിക്ക് ചെയ്യുമ്പോൾ നമുക്കത് കാണത്തില്ല. ഓക്കെ, അത് നമ്മൾ മനസ്സിലാക്കേണ്ട പാരാമീറ്ററാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ സിമ്പിൾസ് ആൻഡ് ആരോവും ബേസിക്കായിട്ട് നമ്മൾ നോക്കിയായിരുന്നു. അപ്പോൾ നമുക്കിപ്പം ഇത് സെലക്ട് ചെയ്യണം, ഒരു എൻഡിൽ സെക്കൻഡ് എൻഡിൽ നമുക്ക് ഡോട്ടഡ് സെലക്ട് ചെയ്യണം. ഓക്കെ, പിന്നെ ഇതിൻ്റെ ആരോ സൈസ്, ഇപ്പോൾ ആരോ സൈസ് ഇവിടെ വിസിബിൾ അല്ല, അപ്പോൾ ആരോ സൈസ് ഞാൻ 1 അടിച്ച് കൊടുക്കുക. ഓക്കെ, 1 അടിക്കുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, പിന്നെ അതുപോലെ ലീഡർ എന്ന് പറഞ്ഞ ടോപ്പിക് ഉണ്ട്, അത് നമുക്ക് ലീഡർ പഠിക്കുമ്പോൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ലീഡറും നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ സെൻറ്റർ മാർക്ക് നൺ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു മാർക്കില്ല, മാർക്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ മാർക്ക് വരും, അതിൻ്റെ സൈസ് കൂട്ടാനോ കുറയ്ക്കാനോ നമുക്ക് പറ്റും. അതേപോലെ ഇത് മാറ്റി നമുക്ക് ലൈൻ ആക്കണം, ലൈൻ നമുക്ക് വയ്ക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇതിൻ്റെ കുറയ്ക്കണം എങ്കിൽ നമുക്കതും നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും നമുക്ക് പറ്റും. ഓക്കെ, നമ്മുടെ കൺട്രോളിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ 0 ആക്കിയപ്പോൾ എല്ലാം നന്നായി മാറി. ഓക്കെ, അപ്പോൾ അത് നമ്മുടെ കൺട്രോളിലാണ് നമുക്ക് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതൊക്കെ നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ലൈൻസ് നമുക്ക് മനസ്സിലായി, അതേപോലെ സിമ്പിൾസ് ആൻഡ് ആരോസും നമുക്ക് മനസ്സിലായി മോഡിഫൈ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ്. അപ്പോൾ ഇനി ഇവിടെ എഴുതിയ ടെക്സ്റ്റ്, അതിൻ്റെ ടെക്സ്റ്റിൻ്റെ പാരാമീറ്റർ അല്ലെങ്കിൽ ടെക്സ്റ്റിൻ്റെ പാറ്റേൺ നമുക്ക് മാറ്റണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യണം. annotate-ൽ നമുക്ക് ഓപ്ഷനുണ്ട്, സ്റ്റാൻഡേർഡ് നമുക്ക് ഓപ്ഷനുണ്ട്. അതിൽ നമ്മൾ സെലക്ട് ചെയ്ത് നമുക്ക് എന്ത് സ്റ്റാൻഡേർഡ് വേണോ അത് സെലക്ട് ചെയ്യാൻ പറ്റും. എന്നിട്ട് അപ്ലൈ കൊടുക്കണം. അപ്ലൈ കൊടുത്ത് ക്ലോസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ നമ്മുടെ ടെക്സ്റ്റിൻ്റെ സ്റ്റൈൽ മാറി. ഇനി അതിൻ്റെ സൈസ് കളർ കൂട്ടണമെങ്കിൽ യെല്ലോ കൊടുക്കാം. യെല്ലോ കൊടുത്തു, എന്നിട്ട് ഫിൽ കളർ, അതായത് 6mm ബാക്കിൽ കിടക്കുന്ന കളർ, അത് ഞാൻ ബ്ലൂ കൊടുക്കുക. ബ്ലൂ കൊടുക്കുമ്പോൾ കാണുന്നില്ല. ഗ്രീൻ. ഓക്കെ, ഗ്രീൻ നിങ്ങളുടെ ഇഷ്ടത്തിന് ഏത് കളർ വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. ഓക്കെ, ഞാൻ ബ്ലൂ കൊടുക്കുക. ബ്ലൂ കൊടുക്കുമ്പോൾ ഇങ്ങനെ നമുക്ക് കാണാം. ഓക്കെ, അതേപോലെ ടെക്സ്റ്റ് ഹൈറ്റ് നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റും, കൂട്ടാനോ കുറയ്ക്കാനോ നമുക്ക് പറ്റും. ഓക്കെ, ടെക്സ്റ്റ് ഹൈറ്റ് കുറച്ചുകൂടെ ഞാൻ കൂട്ടിയപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കാണുന്നത്. ഓക്കെ, അതേപോലെ നമുക്ക് ഫ്രെയിം, ഇപ്പോൾ ഇൻ കേസ് നമുക്കൊരു ഫ്രെയിം വരയ്ക്കണമെങ്കിൽ ഫ്രെയിം വരയ്ക്കാം. ഇതൊക്കെ സ്റ്റാൻഡേർഡായിട്ട് നമ്മൾ ഫോളോ ചെയ്യാറില്ല, ഫ്രെയിം വരയ്ക്കണമെങ്കിൽ വരയ്ക്കാം. ഓക്കെ, അതേപോലെ വെർട്ടിക്കൽ, ഇപ്പോൾ ടെക്സ്റ്റ് പ്ലേസ്മെൻറ്റ് എങ്ങനെയായിരിക്കണം, സെൻറ്റർ ആയിരിക്കണോ അതോ എബോവ് ആയിരിക്കണോ. പിന്നെ ഞാൻ ആദ്യം സൈസ് കുറയ്ക്കാൻ ഇപ്പോൾ നമുക്ക് കാണിക്കാം. ഓക്കെ, ഇപ്പം എബോവ് സെൻറ്റർ ആണോ അതോ എബോവ് ആണോ, ഔട്ട്സൈഡ് ആണോ, ജിസ് ആണോ, ബിലോ ആണോ, ഇതൊക്കെ നമ്മുടെ മോഡിഫിക്കേഷനിലാണ്. അതേപോലെ ഹൊറിസോണ്ടലായിട്ട് വെക്കണോ, അറ്റ് എക്സ്റ്റൻഷൻ 1 വെക്കണോ, അറ്റ് എക്സ്റ്റൻഷൻ ലൈൻ 2 വെക്കണോ, അതിൻ്റെ അടുത്ത് വെക്കണോ, അതേപോലെ ഓവർ എക്സ്റ്റൻഷൻ ലൈൻ വെക്കണോ,
എക്സ്റ്റൻഷനിൽ 1 വെക്കണോ അതോ എക്സ്റ്റൻഷനിൽ 2 വെക്കണോ, വ്യൂ ഡയറക്ഷൻ ഏത് ഡയറക്ഷൻ നമ്മൾ നോക്കണം, ലെഫ്റ്റ് ടു റൈറ്റ് ആണോ അതോ റൈറ്റ് ടു ലെഫ്റ്റ് ആണോ, തലതിരിച്ചിരിക്കും. ഓക്കെ, അത് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അലൈൻഡ് വിത്ത് ഡയമെൻഷൻ, ഇപ്പോൾ നമുക്ക് ഹൊറിസോണ്ടലാണെങ്കിൽ ഇത് അലൈൻഡ് വിത്ത് ഡയമെൻഷൻ്റെ എലോൺ വേണോ അതോ ഹൊറിസോണ്ടലായിട്ടുള്ളത് അത് വേണോ, അത് നമ്മുടെ അനുസരിച്ച് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഡയമെൻഷൻ്റെ അലൈൻഡ് വിത്ത് ഡയമെൻഷൻ്റെ അതേ രീതിയിൽ വേണോ അതോ ഹൊറിസോണ്ടലായിട്ട് വേണോ, അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇവിടെ മോഡിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് നമ്മുടെ ടെക്സ്റ്റിൻ്റെ പാരാമീറ്റർ. നെക്സ്റ്റ് വരുന്നത് ഫിറ്റാണ്. ഫിറ്റിൽ നമുക്ക് ഇപ്പോൾ ഇൻ കേസ് നമ്മൾ വരയ്ക്കുമ്പോൾ ആരോസ് അല്ലെങ്കിൽ ഡയമെൻഷൻ പ്രോപ്പറായിട്ട് ഫിറ്റ് ആവുന്നില്ല, അപ്പോൾ നമ്മൾ ഇത് ക്ലിക്ക് ചെയ്ത് പ്രോപ്പറായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതൊന്ന് നിങ്ങളത് വരച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി. എന്തെങ്കിലും മോഡിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് മോഡിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അതേപോലെ ഓവറോൾ എല്ലാത്തിൻ്റെ സൈസ് കൂട്ടണമെങ്കിൽ ഇവിടെ യൂസ് ഓവറോൾ സ്കെയിൽ എന്ന് പറഞ്ഞ പാരാമീറ്റർ ഉണ്ട്. ഓക്കെ, അവിടെ പോയി ഇവിടെ ഞാൻ 2 എന്ന് അടിച്ചു കൊടുക്കുക. 2 എന്ന് അടിക്കുമ്പോൾ കൂട്ടുക, എനിക്ക് കൂട്ടാൻ പറ്റും, അതനുസരിച്ച് സൈസ് നമ്മുടെ കൂടും സ്കെയിൽ. അപ്പോൾ ടോട്ടൽ ഓവറോൾ ഒരുമിച്ചാണ് എല്ലാത്തിൻ്റെയും സ്കെയിലാവും. നേരത്തെ നമ്മൾ ടെക്സ്റ്റ് സൈസ് ചെയ്യുമ്പോൾ ഇൻഡിവിജ്വലായിട്ട് നമുക്ക് ടെക്സ്റ്റിൻ്റെ സൈസ് കൂട്ടാൻ പറ്റും. ഇത് ഓവറോൾ എല്ലാ ഡയമെൻഷൻ്റെയും സൈസ് നമുക്ക് കൂട്ടാൻ പറ്റുന്നുണ്ട്. അതാണ് നമ്മുടെ മെയിനായിട്ടുള്ള ഓർമ്മിക്കേണ്ട ആവശ്യം നമുക്ക് ഈ പാരാമീറ്റർ. ഓക്കെ, നെക്സ്റ്റ് പ്രൈമറി യൂണിറ്റ്. അപ്പോൾ പ്രൈമറി യൂണിറ്റ് നമുക്കൊന്നുകൂടെ നോക്കിയതാണ്. എന്താണ് നമ്മളിപ്പം ബൈ ഡിഫോൾട്ടായിട്ട് യൂണിറ്റ് സെറ്റ് ചെയ്തേക്കുന്നത് mm-ലാണ്. ഓക്കെ, ഇനി ആൾട്ടർനേറ്റ് യൂണിറ്റ് നോക്കാം. ഓക്കെ, ആൾട്ടർനേറ്റ് യൂണിറ്റിൽ ഇവിടെ ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ്, ഡിസ്പ്ലേ ആൾട്ടർനേറ്റ് യൂണിറ്റ്സ്. ഇതിൽ ഞാൻ ടിക്ക് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ആൾട്ടർനേറ്റ് യൂണിറ്റും കൂടെ എനിക്ക് ഡിസ്പ്ലേ ചെയ്യാൻ കാണിക്കാൻ പറയുകയാണ്. അപ്പോൾ ഡെസിമലിൽ പോയി 0 കൊടുത്തു. ഇവിടെ ഞാൻ വാല്യൂ അടിക്കുക. നമുക്കറിയാം സെൻറ്റിമീറ്ററും mm-ൻ്റെയും റിലേഷൻ അല്ലേ. ഇപ്പം 1 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 10 mm, അപ്പം ഞാൻ 10 എന്ന പാരാമീറ്റർ അടിച്ചു. അതേപോലെ നമുക്ക് എന്ത് യൂണിറ്റ് കൺവേർഷൻ വേണമെങ്കിലും നമുക്കിവിടെ അടിക്കാൻ പറ്റും. ഓക്കെ, എന്നിട്ട് ഞാൻ സഫിക്സിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് സെൻറ്റിമീറ്റർ എന്നടിച്ചു. ഓക്കെ, സെൻറ്റിമീറ്റർ അടിച്ചു. എന്നിട്ട് ഞാൻ ഓക്കെ ചെയ്തു, സെറ്റ് കറൻറ്റ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പം ഈ ലൈനാണ് മെഷർമെൻറ്റ് ചെയ്യുന്നതെങ്കിൽ 100 mm ആണെങ്കിൽ നമുക്ക് സെൻറ്റിമീറ്ററിലാണെങ്കിൽ 1000 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നമുക്കിങ്ങനെ നമുക്ക് എന്താണ് 2 ഡയമെൻഷൻ നമുക്ക് കിട്ടും. അപ്പോൾ ഇത് നമുക്ക് എന്ത് പാരാമീറ്റർ വേണമെങ്കിലും നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതാണ് നമ്മൾ നോക്കേണ്ട പാരാമീറ്റർ. അത് തിരിച്ചും ചെയ്യാം. ഇവിടെ സെൻറ്റിമീറ്റർ അതേപോലെ അകത്ത് mm അത് നമുക്ക് ചെയ്യാം. അപ്പോൾ 1/10 എന്നാക്കണം. അത് മാത്രമേ ഉള്ളൂ ഒരു ഡിഫറൻറ്റ് വരുന്നത്. ഓക്കെ, അപ്പം ഇതൊക്കെ മനസ്സിലാക്കേണ്ട ഇമ്പോർട്ടൻറ്റ് പാരാമീറ്റേഴ്സാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ നമ്മൾ ഏകദേശം എല്ലാം നമ്മൾ കവർ ചെയ്തു. ഓക്കെ, നമ്മൾ പ്രൈമറി യൂണിറ്റ്സ്, ബിലോ പ്രൈമറി യൂണിറ്റ്സ് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് കുറച്ചുകൂടി ഇനി വരുന്ന നമ്മൾ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഡ്രോയിങ്സ് ഒക്കെ നോക്കുമ്പോൾ നമുക്ക് അത് കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് ക്ലിയർ ആവും. ഓക്കെ, സിമെട്രിക്, ഡീവിയേഷൻ ഇതൊക്കെ നിങ്ങൾ ചുമ്മാ ക്ലിക്ക് ബേസിക് വരുമ്പോൾ നമ്മുടെ ഫുള്ളായിട്ട് സ്ക്വയർ വരും. ഇതൊക്കെ നമ്മൾ ബേസിക്കായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പാരാമീറ്റേഴ്സൊക്കെ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്തൊക്കെയാണ് നമ്മൾ ആവുന്നത്, എന്ത് നമ്മൾ പ്ലസ് ചെയ്യുമ്പോൾ എന്താണ് ആവുന്നത് എന്ന് നമ്മൾ ഒന്ന് ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ബിക്കോസ് ഇതൊക്കെ എസെൻഷ്യലാണ്. ചില സമയത്ത് നമ്മുടെ പ്ലാനൊക്കെ വരയ്ക്കുമ്പോൾ നമ്മൾ ഡയമെൻഷനിൽ മോഡിഫിക്കേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ലിമിറ്റായിട്ട് നിർത്താറുണ്ട്. അപ്പം അതിനേക്കാളും കുറച്ചുകൂടി അഡ്വാൻസ് ലെവലിൽ എത്താൻ പറ്റി എന്ന് വിചാരിക്കുന്നു ഈ സെഷനിൽ നിങ്ങൾ കണ്ടപ്പോൾ. ഓക്കെ, ഹോപ്പ്ഫുള്ളി ഈ ഒരു സെഷൻ നിങ്ങൾക്ക് അതേപോലെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് ആക്ച്വലി ഡയമെൻഷൻ സ്റ്റൈൽ മാനേജറിൻ്റെ. ഇനിയും കുറച്ചുകൂടെ ഉണ്ട് ഡയമെൻഷൻ സ്റ്റൈൽ മാനേജർ. അത് നമ്മൾ കുറച്ചുകൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള ഡയഗ്രാം വരയ്ക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന പ്ലാൻസും അതേപോലെ എന്തെങ്കിലും ഇമേജ് ട്രേസ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് കുറച്ചുകൂടെ ഡയമെൻഷൻ സ്റ്റൈൽ മാനേജർ നമുക്ക് കുറച്ചുകൂടെ റിഫ്ലക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതൊക്കെ നമുക്ക് കുറച്ചുകൂടെ അഡ്വാൻസ് ലെസണിൽ നമുക്ക് നോക്കാം. ഓക്കെ, ഹോപ്പ്ഫുള്ളി ഈ സെഷൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായാൽ മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അതേപോലെ മാക്സിമം ഫസ്റ്റ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ എന്ത് റിവ്യൂസ് ആണെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് എ ലോട്ട്.